കോട്ടയം എന്ന ജില്ലയിലെ ഒരു ചെറിയൊരു ഗ്രാമത്താണ് ഈ കഥ നടക്കുന്നത്. ആഹാ, പതിവില്ലാതെ നല്ലൊരു മഴ. പെട്ടെന്നാണ് മന്തി കഴിക്കാനൊരു മോഹം. എല്ലാ മന്തിയും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഫ്രഷ് മന്തി മാത്രം കഴിച്ചിട്ടില്ല. മന്തി ഉണ്ടാക്കണമെന്ന മോഹത്തിൽ ഞങ്ങൾ സിറ്റിയിലെ കടയിൽ പോയി. ആഹാ, ആ കടയിൽ നല്ല മോദ ഇരിക്കുന്നു. ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞു, മന്തിക്ക് പറ്റിയ രീതിയിൽ മോദ മുറിച്ച് തരണം. അങ്ങനെ മോദയായി ഞങ്ങൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ മോദ നല്ലപോലെ കഴുകി. ഇനി നമുക്ക് മീനെ സുന്ദരക്കുട്ടപ്പനായി എടുക്കാം. ആദ്യം നമുക്ക് സോയാ സോസ് ഒരു സ്പൂൺ ഒഴിക്കാം. മീനിൻ്റെ മുകളിലേക്ക് സോയ ഒഴിച്ചു. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയല്ലേ. ഇനി നമുക്ക് കുറച്ച് ഫിഷ് മസാല ചേർക്കാം. ഇനി ഈ പ്രധാന മസാലക്കൂട്ടാണ്. ബിരിയാണി മസാല ആണെങ്കിലും ഇത് മന്തിക്ക് ചേർക്കാം. ഇത്രയ്ക്കും ടേസ്റ്റുള്ള സാധനമാണിത്. മസാലയിലെല്ലാം മിക്സ് രൂപം, നല്ല രുചി. അങ്ങനെ ഞങ്ങൾ ആ മസാല മീനിലേക്ക് ചേർക്കുക കേട്ടോ. ആഹാ, എന്താ ഭംഗി! ആഹാ, നമ്മുടെ മീനെ എല്ലാ മസാലയും ചേർത്ത് സുന്ദര കുട്ടപ്പനായി എടുത്തു. ഇനി ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മാഗി ക്യൂബ്. ചിക്കൻ മാഗി ക്യൂബാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് കേട്ടോ. മാഗി ക്യൂബ് ഞങ്ങൾ സുന്ദര കുട്ടപ്പൻ മീനെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ മീൻ കൂടുതൽ സുന്ദരനായി. ഇനി നമുക്ക് പച്ചക്കറി കൂട്ടന്മാരെ കണ്ടാലോ. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, മുളക്, ക്യാപ്സിക്കം എല്ലാവരെയും അരിഞ്ഞ് കുട്ടപ്പനായി എടുത്തു. ഇപ്പോൾ ഇല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. മീനെ കുട്ടപ്പനാക്കിയ മസാല വെള്ളം ബാക്കി ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് ഈ മീൻകുട്ടന്മാരെ പൊളിച്ചെടുത്താലോ. അതിന് ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ആഹാ, എല്ലാവരും എണ്ണയിൽ നന്നായി മൊരിഞ്ഞു വരുന്നു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എണ്ണ നന്നായി വെട്ടി തിളച്ചോണ്ടിരിക്കുന്നു. മീൻ നമ്മൾ മറിച്ചും തിരിച്ചും പൊരിച്ചെടുത്തു. വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയിൽ മീൻകുട്ടന്മാർ കിടക്കുന്ന കാണാൻ എന്ത് രസമാണ്. നമുക്കിനി അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. ഓരോന്നോരോന്നായി ഞങ്ങൾ ചേർത്ത് കൊടുത്തു. പച്ചമുളക് ഞങ്ങൾ കുറച്ച് വേകാൻ മാത്രമാണ് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തിനാണെന്ന് അവസാനം മനസ്സിലാകും. മുളക് വേകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ആഹാ, നമ്മുടെ മീൻകുട്ടന്മാർ മസാലയൊക്കെ പിടിച്ചു. രണ്ടുപേരും നല്ല കൂട്ടായെന്ന് തോന്നുന്നു. നമ്മുടെ മന്തിയരിയാണ് ആ തിളച്ചോണ്ടിരിക്കുന്നത്. മീൻകുട്ടന്മാരെ കുറച്ച് ഞങ്ങൾ പാത്രത്തിലേക്ക് മാറ്റി. നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തു. ഈ നാരങ്ങ ഞങ്ങളൊരു ഭംഗിക്ക് വെച്ചതാ കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. ഇനി നമുക്ക് മന്തിക്ക് ഇച്ചിരി കളറ് വേണ്ടേ. കാശ്മീരി മുളകും മഞ്ഞപ്പൊടിയും പാലും മിക്സ് ചെയ്ത് നമ്മുടെ മന്തിയുടെ മുകളിൽ ഒഴിച്ചു കൊടുത്തു. നല്ല ഭംഗിയുണ്ടല്ലേ. കുത്തി നാട്ടി വെച്ച സാധനം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ. ഇപ്പോൾ നിങ്ങൾ ഓർക്കും മന്തി റെഡിയായെന്ന്. പക്ഷെ തെറ്റി. മന്തിയുടെ പകുതി വരെ ആയേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് കഥയിലെ പ്രധാന ഭാഗം. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പുകമായമില്ല എന്ത് മന്തിയല്ലേ. അങ്ങനെ ഞങ്ങൾ മന്തി പുകയ്ക്കാൻ തുടങ്ങി. 10 മിനിറ്റ് മന്തി മൂടി വെച്ച് ഞങ്ങൾ സെറ്റാക്കി എടുത്തു. ഇപ്പോൾ ദാ നമ്മുടെ ഫ്രഷ് മന്തി റെഡി ആയിരിക്കുവാണ്. ചെറിയൊരു ബിരിയാണി ടച്ച് മന്തിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച റൈസും മീനും ലെയർ ചെയ്താണ് വെച്ചത്. നമുക്ക് മന്തി കഴിച്ച് നോക്കാം അല്ലേ. ടേസ്റ്റ് നോക്കാനുള്ള ആൾ എത്തിക്കേട്ടോ. ചൂട് റൈസും മീനും ഊതി കഴിച്ച് നോക്കി. ആൾക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അഭിപ്രായം പറയാതെ കയ്പ്പ് തുടങ്ങി. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ചൂട് റൈസ് ഇളക്കി കഴിക്കുവാണ്. ആ ഭംഗി കാണാൻ. എന്നെ അഭിപ്രായം പറയാത്ത ചൂട് കാണുവാനോ ടേസ്റ്റ് കാണുവാണോ. കുറച്ച് നേരമായി കേട്ടോ. എന്തെങ്കിലും പറ. ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. ഒരു അഭിപ്രായം പറയുന്നേ. സൂപ്പറാ, അടിപൊളി, കിടു ഐറ്റം. ഇതിലേക്ക് കാണാൻ